ഹലോ ഗൈസ്, ഞാനപ്പോൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനിയാണ്. അപ്പോൾ പനിയായതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. തക്കാളി, അതുപോലെ തന്നെ ഉള്ളി, പിന്നെ ഇതാ കറിവേപ്പിലുണ്ട്, പിന്നെ ഇതാ പച്ചമുളകുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ സാധനങ്ങളും കൂടി ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തിട്ടിട്ട് അതങ്ങോട്ട് അരച്ചെടുക്കും വിത്ത് കേട്. ഇതിനകത്തേക്ക് കുറച്ച് കേടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഈ കേടിൽ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. ഗൈസ്, ഞാനിതായത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. ആ കേടിലും അതിൻ്റെ ആ ഒരു മോയ്സ്ചർ ഉണ്ടാവുമല്ലോ നമ്മളുടെ ഉള്ളിയിലും അതുപോലെ തക്കാളിയിലൊക്കെ, അതിൽ തന്നെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കന് തട്ടോ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതാ ഈ ഒരു സാധനം ഇതിനകത്തേക്ക് അപ്പോൾ ഓക്കെ, നമുക്കിതാ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാ പൊടികളും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, എണ്ണ തെളിഞ്ഞ് വരുന്നവരെ കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ജാറൊന്ന് കഴുകിയിട്ട് അതിലെ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ആഹാ, ചിക്കൻ ഇവിടെ റെഡി ഗൈസ്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് എന്താ പറയുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ദെൻ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ചിക്കൻ കറി. അടിപൊളി ടേസ്റ്റാണ്. സമയം മീൻസ് നമുക്ക് തീരെ എനർജി ഇല്ല, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമുക്ക് ഇതേപോലെ എല്ലാം കൂടിയിട്ട് അരച്ചിട്ട് അതിനകത്തേക്ക് അത് എണ്ണയിൽ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കണ്ട. ഓക്കെ, ബൈ.